സായ്കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സായ്കുമാർ, ഗുഡ് ഈവനിംഗ്. ആദംപൂർ വ്യോമത്താവളത്തിലെത്തി പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കും അത് എത്തേണ്ട കാതുകളിൽ തറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്. അത് ശക്തമായ ഒരു സന്ദേശമായി തന്നെ മാറുകയില്ലേ? പ്രത്യേകിച്ചും ലക്ഷ്മണരേഖ കടന്ന് ശത്രു അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു മൃദു സമീപനവും ഉണ്ടാകില്ല എന്ന ഒരു മുന്നറിയിപ്പല്ലേ പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ, ഇന്ന് ആദംപൂരിൽ വ്യോമത്താവളത്തിൽ നടത്തിയ ഈ പ്രസംഗത്തിലൊക്കെ വ്യക്തമാക്കുന്നത്? തീർച്ചയായും സുജിയ, കൃത്യമായി ഭീകരവാദികൾക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ നമ്മൾ ഇന്നലെയും ഇപ്പോഴും വീണ്ടും കേട്ടത്. പഹൽഗാമിൽ നിരപരാധികളായ ആളുകളെ കൊന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. ഭീകരവാദികളെ അവരുടെ താവളത്തിൽ പോയി വകവരുത്തും, ഈ ഭീകരവാദത്തിന് ഒരു കാരണവശാലും രാജ്യം മാപ്പ് നൽകില്ല എന്നുള്ളത്. അത് കൃത്യമായി നമ്മൾ പാലിക്കുകയും ചെയ്തു. എവിടെയാണോ ഭീകരവാദികൾ തമ്പടിച്ചിരുന്നത് അവിടെ പോയി അവരുടെ താവളവും അവരെയും വകവരുത്തുകയാണ് ചെയ്തത്. അത് തന്നെ ലോകത്തിന് കൃത്യമായ സന്ദേശമായിരുന്നു. അത് നടപ്പാക്കിയ സൈന്യത്തെ അഭിനന്ദിക്കുമ്പോഴും രാജ്യത്ത് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിലും ഉള്ളത് ഇനി ഒരിക്കലും, അതായത് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത സമരം തന്നെയായിരിക്കും രാജ്യം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സായ്കുമാർ, പാകിസ്ഥാന്റെ വലിയൊരു നുണയായിരുന്നല്ലോ JF-17 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആദംപൂർ ബേസ് തകർത്തു എന്നത്. അതവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹെർക്കുലീസ് വിമാനത്തിൽ ആദംപൂർ ബേസിലേക്ക്, വ്യോമത്താവളത്തിലേക്ക് വന്നിറങ്ങി അവിടെ ആകെ ദൃശ്യപരിധിയിൽ വരുന്ന രീതിയിൽ സൈനികർക്കൊപ്പം വ്യോമസേന ജവാന്മാർക്കൊപ്പം നിന്നുകൊണ്ട്, നടന്നുകൊണ്ട്, അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആദംപൂരിനെന്ന് പാകിസ്ഥാന്റെ ആ നുണയെ കൂടി ഒരു കവചം പോലെ നിന്ന് പ്രധാനമന്ത്രി പൊരുതി തോൽപ്പിക്കുകയായിരുന്നില്ലേ? തീർച്ചയായും പാകിസ്ഥാനുള്ള കൃത്യമായൊരു മറുപടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ആ സൈന്യ താവളത്തിലെത്തി ലോകത്തിന് മുന്നിൽ തന്നെ കാണിച്ചത്. ഇതാണ് തീവ്രവാദികൾ തകർത്തു എന്ന് നുണപ്രചരണം നടത്തിയത്. അവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സൈന്യത്തിന് സല്യൂട്ട് നൽകുമ്പോൾ അതിൽ പരം ഒരു മറുപടി ഭീകരവാദികൾക്ക് ശത്രുരാജ്യമായ പാകിസ്ഥാന് ഇന്ത്യ ഇനി നൽകാനില്ല എന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി അവിടെ എത്തി. രാജ്യത്തിൻ്റെ ശക്തി കേന്ദ്രമായി ഇപ്പോഴും ആ വ്യോമത്താവളം നിൽക്കുന്നു. അവർ നടത്തിയിട്ടുള്ള സേവനം അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ പോരാട്ടമാണ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. അവർക്ക് അവിടെ പോയി പ്രധാനമന്ത്രി തന്നെ സല്യൂട്ട് കൊടുക്കുന്നു. നിങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന് പറയുന്നു. നിങ്ങൾ നടത്തിയ പോരാട്ടത്തിന് രാജ്യം തന്നെ നിങ്ങളോട് ആദരം പറയുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ എല്ലാ നുണബോംബുകളെയും അതിജീവിച്ചു എന്ന് ലോകത്തോടായി വിളിച്ചു പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അതോടൊപ്പം ഇന്ത്യയുടെ സൈന്യക്കരുത്ത് എത്രമാത്രം ഭദ്രമാണ്, എത്രമാത്രം ശക്തമാണ് എന്നുകൂടി ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനുള്ള കൃത്യമായിട്ടുള്ള മറുപടി, ഭീകരവാദത്തിനെതിരായ മറുപടി, അതിൽ സന്ധിയില്ല പോരാട്ടം തന്നെയായിരിക്കും ഇനിയും തീർച്ചയായും. ഉണ്ടാവുക എന്നുകൂടിയാണ് മോദി പറഞ്ഞത്. ഇന്ത്യയുടെ ന്യൂ നോർമൽ എന്നതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്.